നമസ്കാരം. പുതിയൊരു വാർത്താ ദിനം തുടങ്ങുകയാണ്. തോൽവി എപ്പോഴും ഒരു വിജയത്തിലേക്കുള്ളൊരു ചവിട്ടുപടിയാണ്. അതിനൊരു ഉദാഹരണമാണ് പ്രശാന്ത് കിഷോർ. ഈ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഈ പരമ്പരാഗത പ്രചരണ രീതികളെ മാറ്റിമറിച്ച് പുതിയ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനഞ്ഞ ഒരു തന്ത്രജ്ഞനാണ് പ്രശാന്ത് കിഷോർ എന്ന് പറയുന്നത്. ഈ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് വിജയത്തിനായി പ്രവർത്തിച്ച ശേഷമാണ് അദ്ദേഹം സ്വന്തമായൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി സജീവ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത്. എന്നാൽ ബീഹാറിൽ ജൻസ്വരാജ് പാർട്ടി രൂപം കൊണ്ട ശേഷം കാര്യമായ ഒരു നേട്ടം ഇതുവരെ ഉണ്ടാക്കാനായിരുന്നില്ല. ആ ഒരു സ്ഥാനത്താണ് 1995 മുതൽ BJP കോട്ടയായിരുന്ന ബങ്കിപ്പൂരിൽ ഇപ്പോൾ പ്രശാന്ത് ജയിച്ചു കയറിയത്. അതായത് രാജ്യത്ത് രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറി തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ് ഈ ഒരു വിജയം എന്ന് പറയുന്നത്. അതായത് കഠിനാധ്വാനം ചെയ്താൽ അല്ലെങ്കിൽ നിരന്തരം പ്രയത്നിച്ചു കഴിഞ്ഞാൽ വിജയം സുനിശ്ചിതമാണ് അല്ലേ. എന്തായാലും ഒരുപാട് വാർത്തകൾ ഉള്ള ദിവസമാണ് ഇന്ന്. മഴക്കെടുതി സംസ്ഥാനത്ത് ഉണ്ട്. കൂടാതെ ഇന്ന് 12 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. എന്തായാലും വിശദമായ വാർത്തകൾ നോക്കാം. ആദ്യം തലക്കെട്ട്. സംസ്ഥാനത്ത് മഴ തുടരുന്നു. 12 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. മത്സ്യബന്ധനത്തിന് വിലക്ക്. മണ്ണിടിച്ചിലിനെ തുടർന്ന് ഇടുക്കി ഉപ്പുതറയിൽ 4 വീടുകൾ അപകട ഭീഷണിയിൽ. പത്തനംതിട്ട ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ മഴ കുറഞ്ഞെങ്കിലും ആറന്മുള ഉൾപ്പെടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിൽ. നിരീക്ഷണത്തിനായി 2 ഹെലികോപ്റ്ററുകളും രക്ഷാപ്രവർത്തനത്തിനായി 14 മീൻപിടുത്ത ബോട്ടുകളും. മഴക്കെടുതി നേരിടുന്നതിൽ വീഴ്ച പറ്റിയെന്ന വിമർശനങ്ങൾക്കിടെ മുഖ്യമന്ത്രി ഇന്ന് പത്തനംതിട്ടയിലെ പ്രളയബാധിത മേഖലകൾ സന്ദർശിക്കും. ഡൽഹിയിലെ പോലീസ് അതിക്രമത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ മറുപടി പറയണമെന്ന ആവശ്യത്തിൽ ഉറച്ച് പ്രതിപക്ഷം. പാർലമെന്റിന് പുറത്തും പ്രതിഷേധം ശക്തമാക്കും. NDA പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന്. PM ശ്രീയെ ചൊല്ലി UDF-നുള്ളിൽ ഭിന്നത നിലനിൽക്കെ മന്ത്രിസഭാ ഉപസമിതിയുടെ അന്തിമ യോഗം ഇന്ന്. ഉപസമിതി റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും. പശ്ചിമേഷ്യയിൽ അനിശ്ചിതത്വം തുടരുന്നു. കരാറിന് സമ്മതിച്ചില്ലെങ്കിൽ ഇറാനെതിരെ കടുത്ത നടപടിയെന്ന് ഡൊണാൾഡ് ട്രംപ്. ഒമാൻ വഴി മാത്രം ചർച്ചയെന്ന് ഇറാൻ. മഴക്കെടുതി രൂക്ഷമാണ്. പത്തനംതിട്ട ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ മിന്നൽ പ്രളയഭീതി എന്നാലും തൽക്കാലം ഒഴിഞ്ഞിരിക്കുകയാണ്. റാന്നി അടക്കം കിഴക്കൻ മേഖലയിൽ വെയിൽ വീണെങ്കിലും കാർമേഘം ഒഴിഞ്ഞിട്ടില്ല. എന്നാൽ ആറന്മുള ഉൾപ്പെടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. ഇവിടങ്ങളിൽ നിരീക്ഷണത്തിനായി 2 ഹെലികോപ്റ്ററുകളും രക്ഷാപ്രവർത്തനത്തിനായി 14 മീൻപിടുത്ത ബോട്ടുകളും എത്തിയിട്ടുണ്ട്. അതേസമയം ജില്ലയിൽ പ്രളയം ബാധിച്ച പ്രദേശങ്ങൾ മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് സന്ദർശിക്കും. ഉച്ചയ്ക്ക് 12 മണിയോടെ ആറന്മുളയിലെത്തുന്ന മുഖ്യമന്ത്രി റാന്നി ഉൾപ്പെടെയുള്ള മേഖലകളിലും സന്ദർശനം നടത്തും. വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും കണ്ണൻ ദേവ് ചേരുകയാണ്. കണ്ണൻ, ഈ കഴിഞ്ഞ 3 ദിവസമായി പെയ്ത മഴയിൽ കനത്ത നാശനഷ്ടമാണ് പത്തനംതിട്ടയിൽ റാന്നി ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് എന്തായാലും മുഖ്യമന്ത്രി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ ഒരു സ്ഥിതി? അശ്വര, കഴിഞ്ഞ 2-3 ദിവസമായി ഉണ്ടായ പ്രളയത്തിൽ ഈ പത്തനംതിട്ട ജില്ലയിൽ കനത്ത നാശനഷ്ടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ ഈ ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ നിന്ന് ഈ വെള്ളം താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഒരു പ്രളയഭീതി എന്തായാലും അവിടെ ഒഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പടിഞ്ഞാറൻ മേഖലകളിലേക്ക് എത്തുമ്പോൾ അതല്ല സ്ഥിതി. ആറന്മുള ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും വെള്ളം കയറി കിടക്കുകയാണ്. പല വീടുകളും വെള്ളത്തിന് അടിയിൽ തന്നെയാണ്. ഏതാണ്ട് 130ഓളം ക്യാമ്പുകൾ ആറന്മുള മണ്ഡലത്തിൽ തന്നെ തുറന്നിട്ടുണ്ട്. ഇവിടങ്ങളിലെ ഏതാണ്ട് 5940ഓളം പേർ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. ഇവർക്കൊക്കെ ആവശ്യമായ സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പലർക്കും വേണ്ട ഈ ബോട്ടുകൾ ഉൾപ്പെടെ എത്തിച്ച് പല സ്ഥലത്തും ഒറ്റപ്പെട്ടു പോയവർക്കുള്ള സഹായങ്ങളും എത്തിക്കുന്നുണ്ട്. അതിനായിട്ട് കൊല്ലത്ത് നിന്നും 14 ബോട്ടുകളടക്കം ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മന്ത്രിമാരടക്കം പത്തനംതിട്ട ജില്ലയിൽ സന്ദർശനം നടത്തിയിരുന്നു. ജില്ലയുടെ ചുമതല വഹിക്കുന്ന PC വിഷ്ണുനാഥ്, അതുപോലെ ഇന്നലെ വന്ന AP അനിൽകുമാർ, അതുപോലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടക്കം ഇന്നലെ ആറന്മുളയിലും റാന്നി
റാന്നിയിലും അടക്കം വിവിധ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തി. ഇവിടങ്ങളിലൊക്കെ വ്യാപാരികളടക്കമുള്ളവരോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. എന്തായാലും ഇന്നിപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉൾപ്പെടെ ഇവിടേക്ക് എത്തുന്നുണ്ട്. ആറന്മുളയിലെ ദുരിതബാധിത പ്രദേശങ്ങൾ അദ്ദേഹം സന്ദർശിക്കും. മാത്രമല്ല റാന്നിയിലെത്തി അവിടെയും ഇത്തരത്തിൽ നഷ്ടം സംഭവിച്ചവരൊക്കെ അദ്ദേഹം കാണും. എന്തായാലും അവർക്ക് ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കുകയും അവർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമുണ്ടാക്കാൻ ഇത് ഉപകരിക്കും. എന്തായാലും ഇവരുടെയൊക്കെ ഒരു സന്ദർശനം വലിയ ആശ്വാസം തന്നെയാണ് ഇവിടങ്ങളുള്ളവർക്ക് ഉണ്ടാകുന്നത്. നമുക്കറിയാം പല സ്ഥലങ്ങളും ഇപ്പോഴും ഒറ്റപ്പെട്ടു തന്നെയാണ് കിടക്കുന്നത്. ഇവിടെയൊക്കെ ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്ന് ഇന്നലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു. സർക്കാർ പൂർണ്ണ സജ്ജമാണ്. ഇത്തരത്തിൽ ദുരിതബാധിത പ്രദേശങ്ങളിൽ ഉൾപ്പെട്ടവർക്ക് എല്ലാ സഹായങ്ങളും എത്തിക്കുമെന്ന തരത്തിലൊക്കെ അദ്ദേഹം കാര്യങ്ങൾ ഇന്നലെ തന്നെ വിശദീകരിച്ചിരുന്നു. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ സന്ദർശനം കൂടി ആകുമ്പോൾ നാളെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഏത് തരത്തിലാണ് അടിയന്തര സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ എന്തായാലും ഒരു തീരുമാനമാകും. ഇന്നിപ്പോൾ ഈ റാന്നി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഒരു മിന്നൽ പ്രളയത്തിൻ്റെ സാധ്യത എന്തായാലും കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഈ ബാക്കിയുള്ള സ്ഥലങ്ങൾ ജില്ലയിലാകെ ചെറിയ രീതിയിൽ മഴ ഇടവിട്ട് പെയ്യുന്നുണ്ടെങ്കിലും വലിയ ഒരു പ്രളയത്തിന് എന്തായാലും സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ആറന്മുള ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നത് മാത്രമാണ് വലിയ ഒരു പ്രശ്നമായി ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇവിടങ്ങളിലൊക്കെ ഉള്ളവർക്ക് ഒക്കെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലും മറ്റ് ബന്ധുവീടുകളിലും അടക്കം ആണ് അവരൊക്കെ ഉള്ളത്. അവിടെ നിന്നൊക്കെ ഇനിയും വെള്ളമിറങ്ങാൻ എന്തായാലും ദിവസങ്ങൾ എടുക്കും. 2-3 ദിവസം എന്തായാലും ഈ ആറന്മുളയുടെ ഒരു ഭൂപ്രകൃതി അനുസരിച്ച് ഇവിടെ നിന്നും വെള്ളം ഇറങ്ങാൻ എന്തായാലും 2-3 ദിവസം എടുക്കും. ഈ ദിവസങ്ങളിലൊക്കെ ഈ വലിയ ദുരിതത്തിൽ തന്നെയായിരിക്കും ഇവിടെ ഉള്ളവർ ഉണ്ടാവുക. ഇവർക്കൊക്കെ ആവശ്യമായി ഇനിയിപ്പോൾ ഈ വെള്ളം ഇറങ്ങിയാലും വലിയ രീതിയിൽ സഹായങ്ങൾ ഉൾപ്പെടെ ആവശ്യമാണ്. അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ എന്തായാലും ഒരുക്കേണ്ടതുണ്ട്. ഈ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ആവശ്യമായ സാധനങ്ങൾ ഉൾപ്പെടെ എത്തിക്കാൻ കോഴഞ്ചേരിയിൽ പ്രത്യേക സെന്ററുകൾ തുറന്നിട്ടുണ്ട്. അവിടേക്ക് എത്തിക്കാം എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഐശ്വര്യ, കണ്ണൻ സൂചിപ്പിച്ചതുപോലെ റാന്നി, ആറന്മുള എന്നിവിടങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. എന്തായാലും പത്തനംതിട്ടയിൽ ഇന്ന് മുഖ്യമന്ത്രി എത്തുന്നുണ്ട്. അതേസമയം സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. 12 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് ഉണ്ട്. കൂടാതെ ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ്. 10 ജില്ലകൾക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ അതേസമയം മഴക്കെടുതി നേരിടുന്നതിൽ വീഴ്ച പറ്റിയെന്ന പ്രതിപക്ഷ വിമർശനങ്ങൾക്കിടെ മുഖ്യമന്ത്രി ഇന്ന് ദുരന്തമുഖത്ത് നേരിട്ടെത്തുകയാണ്. വിശദാംശങ്ങളുമായി അൺഫിൽഡ് ഡിസൂസ ചേരുകയാണ്. അൺഫിൽഡ്, മഴക്കെടുതി സംസ്ഥാനത്ത് രൂക്ഷമാണ്. അതിനിടെ ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രതിപക്ഷ വിമർശനങ്ങൾ നിരന്തരം ഉന്നയിക്കുന്നുണ്ട് മുഖ്യമന്ത്രിക്കെതിരെ. എന്തായാലും മുഖ്യമന്ത്രി ഇന്ന് പത്തനംതിട്ടയിൽ എത്തുകയും ചെയ്യുന്നുണ്ട്. എന്താണ് വിശദാംശങ്ങൾ? ഐശ്വര്യ, ഇന്ന് സംസ്ഥാനത്ത് മഴക്കെടുതി അല്ലെങ്കിൽ മഴയുടെ ആ മുന്നറിയിപ്പ് മാറി നിൽക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ വന്ന വാർത്താ ബുള്ളറ്റിൻ പ്രകാരം 12 ജില്ല, തിരുവനന്തപുരം, കൊല്ലം ഒഴികെയില്ല, അതായത് പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള മുഴുവൻ ജില്ലകളിലും ഇന്ന് ഓറഞ്ച് അലർട്ട് തന്നെയാണ്. മാത്രമല്ല ഇടവിട്ട് ശക്തമായ മഴ, ഇടിമിന്നലോടുകൂടി മഴ, ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏതൊക്കെ രീതിയിൽ അലർട്ടുകളാണോ ഈ ജില്ലകളിലൊക്കെ ഉണ്ടായിരുന്നത്, അതേ മുന്നറിയിപ്പ്, അതേ ജാഗ്രതയോടുകൂടി കരുതലോടുകൂടി നീങ്ങുക എന്ന് തന്നെയാണ് ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം ഭരണകൂടങ്ങൾ നൽകുന്ന നിർദ്ദേശം. പ്രത്യേകിച്ച് ഈ മത്സ്യമേഖലകളിലും കടലോര പ്രദേശങ്ങളിലുമൊക്കെ ജാഗ്രത ഇപ്പോഴും നിലനിൽക്കുന്നത്. മത്സ്യബന്ധനത്തിന് ഇപ്പോഴും ആ വിലക്ക് ഇപ്പോഴും തുടരുകയാണ്. ശക്തമായ കടലാക്രമണത്തിനും കാറ്റിനുമൊക്കെയാണ് സാധ്യത കൽപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ മലയോര മേഖലകളിലും താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും അതേ രീതിയിലുള്ള ജാഗ്രത പാലിക്കണമെന്ന് പറയുന്നുണ്ട്. കാറ്റിൻ്റെ അതിശക്തമായ രീതിയിലാകും കാറ്റ്. അപ്പോൾ മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടലൊക്കെ ഉള്ളതിനൊക്കെ കനത്ത ജാഗ്രതാ നിർദ്ദേശവും മുൻകരുതലും ഒക്കെ തന്നെയാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതേസമയം ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉൾപ്പെടെ, അതായത് ഈ സംസ്ഥാനത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉൾപ്പെടെയുള്ളത് അവിടങ്ങളിൽ വേണ്ട രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഭരണകൂടം നേരിട്ട് ഇടപെട്ടാണ് ചെയ്യുന്നത്. നമുക്കറിയാം ഈ 3 ദിവസവും ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി എന്നത് വ്യാപകമായ വിമർശനമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ച് തന്നെ മുഖ്യമന്ത്രിയുടെ വിവാദമായ ഹെലികോപ്റ്റർ യാത്രയും വിരുന്നുമൊക്കെ നമുക്കറിയാം വലിയ രീതിയിൽ വിമർശനമൊക്കെ നേരിട്ടതാണ്. അതിന് അദ്ദേഹം കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ മറുപടിയൊക്കെ നൽകിയതാണ്. അപ്പോൾ ഈ മുഖ്യമന്ത്രി ദുരന്ത മേഖലയിൽ എത്തിയിട്ടില്ല, ആ സമയത്ത് അദ്ദേഹം മറ്റ് സ്വകാര്യ ആവശ്യങ്ങൾക്കായിരുന്നു എന്ന വിമർശനമൊക്കെ ശക്തമാകുന്നുണ്ട്. 3 ദിവസത്തിന് ശേഷമാണ് ഈ ദുരന്തം ഉണ്ടാകുന്നത്. 31 ആ തീയതികളിലൊക്കെയാണ്. അതിനുശേഷം അദ്ദേഹം ഇന്ന് ഇപ്പോൾ 4-ാം തീയതി ആകുമ്പോൾ അദ്ദേഹം അവിടെ എത്തുന്നു എന്നാണ് എടുത്തു പറയേണ്ടത്. ദുരന്ത മേഖലയിൽ അദ്ദേഹം 12 മണിയോടുകൂടി പത്തനംതിട്ടയിൽ എത്തുന്നു. ഏറ്റവും കൂടുതൽ സിവിയർ ആയിരിക്കുന്ന, ഏറ്റവും രൂക്ഷമായ ദുരന്തമുണ്ടായത് പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ്. അവിടെ ആറന്മുള, കോന്നി ഭാഗങ്ങളിൽ അദ്ദേഹം എത്തും. അപ്പം ഇന്ന് അദ്ദേഹം ആദ്യമായി അവിടെ
പത്തനംതിട്ട എത്തുന്നു. അതിനുശേഷം കോട്ടയം, ഇടുക്കി ഭാഗങ്ങളിലൊക്കെ തന്നെ എത്തുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആറന്മുള, കോന്നി മേഖലയിലെ ഷെഡ്യൂൾ മാത്രമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഉച്ചയോടുകൂടി തന്നെ അദ്ദേഹം അവിടെ എത്തുന്നു. ഹെലികോപ്റ്റർ മാർഗം തന്നെയാകും അദ്ദേഹം എത്തുക. അദ്ദേഹത്തിന് വിവാദമായ ഹെലികോപ്റ്റർ യാത്ര ദുരന്ത മേഖലയിൽ എത്തിയില്ല, പകരം സ്വകാര്യ സന്ദർശനത്തിന് എത്തി എന്നുള്ള ശക്തമായ വിമർശനം നിലനിൽക്കുമ്പോഴാണ് അദ്ദേഹം ദുരന്ത മേഖലയിൽ നേരിട്ടെത്തുന്നത്. അദ്ദേഹത്തോടൊപ്പം തന്നെ മന്ത്രിമാരൊക്കെ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയുടെ ചുമതലയുള്ളത് മന്ത്രി PC വിഷ്ണുനാഥിനാണ്. ഒപ്പം തന്നെ റവന്യൂ മന്ത്രി അദ്ദേഹത്തിന്റെ കൂടെ കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. കാരണം ഇന്നലെ അദ്ദേഹം അവലോകന യോഗം വിളിച്ചു ചേർത്തു. റവന്യൂ മന്ത്രി, ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ള ദുരന്തവുമായി നേരിട്ട് പ്രവർത്തിക്കുന്ന വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരുടെ യോഗമൊക്കെ അതിൽ ഉണ്ടായിരുന്നു. വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്നെയും നൽകിയിട്ടുണ്ട്. മാത്രമല്ല നാശനഷ്ടങ്ങളുടെ കണക്കുകളൊക്കെ ഇനി വരും ദിവസങ്ങൾ മാത്രമേ തിട്ടപ്പെടുത്താൻ കഴിയുകയുള്ളൂ എന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ഇന്നലെ അവലോകന യോഗത്തിന് ശേഷമൊക്കെ തന്നെയും ദുരിതത്തിൽപ്പെട്ടവർക്കുള്ള അടിയന്തര സഹായമൊക്കെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. അതിനപ്പുറത്തേക്ക് ഇന്നലെ ഔദ്യോഗികമായി ലഭിക്കുന്ന കണക്കനുസരിച്ച് 15 പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്, 7 പേരെ കാണാനുമില്ല. ഇതാണ് ഔദ്യോഗികമായി ലഭിച്ചിരിക്കുന്ന കണക്കുകൾ. അതിനപ്പുറത്തേക്ക് ഇന്ന് ആറന്മുള പത്തനംതിട്ടയിൽ എത്തുമ്പോൾ അദ്ദേഹം ഉറപ്പായി അവിടെ മാധ്യമങ്ങളെ കാണുകയും മാധ്യമങ്ങളോട് അറിയിപ്പുകൾ നടത്തുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ കണക്കുകൾ, മരണനിരക്കിലും കാണാതായവരുടെ നിരയിലുമൊക്കെ കണക്കുകൾ മാറ്റമുണ്ടാകുമോ എന്നറിയില്ല. അതൊക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടാകും. അതിനപ്പുറത്തേക്ക് ആറന്മുളയിൽ, കോന്നി ഭാഗങ്ങളിലെ ഏറ്റവും ഉയർന്നൊരു പ്രശ്നമെന്ന് പറയുന്നത് അവിടുത്തെ മാലിന്യ കൂമ്പാരമായി മാറുന്നു. വെള്ളക്കെട്ടിൽ ഒരു ശമനം ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ നേരിട്ട് മുഖ്യമന്ത്രി വിലയിരുത്തുമ്പോൾ എന്തൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു ഇതൊക്കെ അറിയാം കഴിയും. എന്തായാലും ഏറ്റവും ശ്രദ്ധേയമാകുന്നത് മുഖ്യമന്ത്രി ദുരന്തമുഖത്ത് നേരിട്ടെത്തുന്നു എന്ന് തന്നെയാണ്. ശരി, മുഖ്യമന്ത്രി ദുരന്തമുഖത്ത് നേരിട്ടെത്തുകയാണ്. എന്തായാലും സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയാണ്. 12 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുണ്ട്. ഇനി നമുക്ക് കോട്ടയത്തേക്ക് പോവാം. മഴ കുറഞ്ഞതിൻ്റെ ഒരു ആശ്വാസത്തിലാണ് കോട്ടയം. മലയോര മേഖലയിൽ ഇന്നലെ രാത്രി മഴയുണ്ടായിരുന്നുവെങ്കിലും ശക്തി കുറവായിരുന്നു. അതേസമയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ ജലനിരപ്പ് വീണ്ടും ഉയർന്നു. തുടർച്ചയായി 3-ാം ദിവസവും വെള്ളത്തിലാണ് കോട്ടയം താലൂക്കിലെ ബഹുഭൂരിഭാഗം പ്രദേശങ്ങളും. വിശദാംശങ്ങളുമായി പ്രശാന്ത് ജോസഫ് ചേരുകയാണ്. പ്രശാന്ത് ഇപ്പോൾ നിൽക്കുന്നത് അതിനൊരു വെള്ളക്കെട്ടിലാണ്. ഇന്നലെ നമ്മൾ കണ്ടതാണ് പ്രശാന്ത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഭൂരിഭാഗം പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായിരുന്നു. ഇപ്പോഴും സ്ഥിതി വ്യത്യസ്തമൊന്നുമല്ല. ഈ പ്രശാന്തിൻ്റെ വീട് പോലും വെള്ളത്തിനടിയിലാകുന്ന ഒരു വാർത്ത പുറത്തു വരികയുണ്ടായി. എന്താണ് ഇപ്പോൾ അവിടുത്തെ ഒരു സ്ഥിതിയും എങ്ങനെയാണ്? ഐശ്വര്യ, തീർച്ചയായും കോട്ടയം താലൂക്കിൻ്റെ താഴ്ന്ന പ്രദേശങ്ങൾ 3 ദിവസമായി വെള്ളത്തിൽ കിടക്കുകയാണ്. എൻ്റെ വീടിൻ്റെ പരിസരമെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. വെള്ളത്തിലൂടെ കടന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് കോട്ടയം താഴത്തങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇന്നലെയും നമ്മൾ ഇവിടെ നിന്നാണ് റിപ്പോർട്ട് ചെയ്തത്. ഇന്നലെ നമ്മൾ രാവിലെ ലൈവ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഇതിന് ഒരു 150 മീറ്റർ അപ്പുറം നിന്നാണ് ലൈവ് ചെയ്തത്. ഇപ്പോൾ അങ്ങോട്ട് എത്താൻ കഴിയാത്ത സ്ഥിതിയാണ്. കാരണം അവിടെയെല്ലാം വെള്ളം കയറി. ഇന്നലത്തേതിലും ഏകദേശം 1 അടിയോളം വെള്ളം ഉയർന്നിട്ടുണ്ട്, ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യമാണ്. ഇന്നും കോട്ടയം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുകയാണ്. അതേസമയം കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ഇന്നലെ രാത്രിയിൽ വലിയ ശക്തിയായ മഴ ഉണ്ടായില്ല. അർദ്ധരാത്രിക്ക് ശേഷം മഴയുടെ ശക്തി കുറഞ്ഞിരുന്നു. തുടർച്ചയായ മഴ രാത്രി മുഴുവൻ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇന്നും പാലായിലൊക്കെ ജലനിരപ്പ് ഉയർന്നു തന്നെ നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. എന്നാൽ മഴ കുറഞ്ഞതോടെ പാലായിൽ ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട്. പാല ഇരാറ്റുപേട്ട റൂട്ടിലൊക്കെ ഗതാഗതം സാധ്യമാകുന്ന രീതിയിൽ ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട്. അത് വലിയ ആശ്വാസം തന്നെയാണ്. അതേസമയം ഈ പടിഞ്ഞാറൻ മേഖലയിൽ ജലനിരപ്പ് വീണ്ടും ഉയരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ വരും മണിക്കൂറുകളിൽ ജലനിരപ്പ് താഴുമെന്ന് കരുതാം, മഴ മാറി നിൽക്കുകയാണെങ്കിൽ മാത്രം. ഇന്നലെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നും, കോട്ടയം താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും, വെള്ളക്കെട്ടിലുള്ള പ്രദേശങ്ങളിൽ നിന്നെല്ലാം NDRFിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ പലരും ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും ആളുകളൊക്കെ വീടുകളിലേക്കൊക്കെ എത്തി എന്താണ് സ്ഥിതിഗതികൾ എന്ന് നിരീക്ഷിക്കുന്നതിന് വേണ്ടി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് ഒരുപക്ഷെ അപകടത്തിന് കാരണമാകാമെന്ന ഒരു മുന്നറിയിപ്പ് ഫയർഫോഴ്സും പോലീസും ജില്ലാ ഭരണകൂടവും ഒക്കെ ഇന്നലെ തന്നെ നൽകിയിട്ടുണ്ട്. ആളുകളോട് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ പുറത്തിറങ്ങാവൂ എന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ആളുകൾക്ക് തങ്ങളുടെ സ്വത്ത് വിവരങ്ങളുടെ ഒരു സ്ഥിതി അറിയുന്നതിന് വേണ്ടി പോകുന്ന സാഹചര്യമുണ്ട്. ഏതായാലും കോട്ടയം ജില്ലയിൽ ഇന്ന് രാവിലെ വന്നിരിക്കുന്ന കണക്കുകൾ പ്രകാരം 114 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ 3714 ആളുകൾ കഴിയുന്നുണ്ട്. ആകെ 1288 കുടുംബങ്ങളിലെ ആളുകളാണുള്ളത്. ഏതായാലും ആശങ്ക ഇപ്പോഴും ഒഴിയുകയാണ്. ഏതായാലും ഒരു 3-4 ദിവസം കൂടി ഈ കോട്ടയം താലൂക്കിൽ അടക്കമുള്ള പ്രദേശങ്ങളിൽ, താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് നിലനിൽക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. ഐശ്വര്യ.
ശരി, പ്രശാന്ത് ജോസഫാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇന്ന് നമ്മൾ എറണാകുളത്തേക്ക് പോവുകയാണ്. മധ്യ കേരളത്തിലെ വിവിധ ജില്ലകളിൽ മഴ തുടരുകയാണ്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ മഴയും 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട്. മഴ കണക്കിലെടുത്ത് ഇന്ന് എറണാകുളം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, സംസ്ഥാനത്ത് മഴ ഒഴിയുന്നില്ല. ഒരു എറണാകുളത്തിലെ സ്ഥിതി എന്താണ്? എന്തായാലും കിരൺ കൊടയൊക്കെ ചൂടി നിൽപ്പുണ്ട്. മഴ എങ്ങനെയുണ്ട്? ഐശ്വര്യ, ഏതായാലും മഴയുടെ ശക്തിക്ക് കുറവുണ്ടെങ്കിലും മഴ ഇപ്പോഴും തുടരുക തന്നെയാണ്. എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം കയറുന്നതായിട്ടുള്ള ഒരു സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യം കണക്കിലെടുത്ത് ഇന്നും ജില്ലയിൽ ഓറഞ്ച് അലർട്ട് തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശക്തമായ മഴയ്ക്കും ഒപ്പം തന്നെ 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യമാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും മഴ തുടരുന്നുണ്ടെങ്കിലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊന്നും തന്നെ ഈ എറണാകുളം ജില്ലയിൽ നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പ്രത്യേകിച്ച് പെരിയാറിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ജലനിരപ്പ് വലിയ രീതിയിൽ ഉയർന്നിരുന്നെങ്കിലും ഇപ്പോൾ ജലനിരപ്പ് കുറഞ്ഞ ഒരു സാഹചര്യം തന്നെയാണുള്ളത്. എന്നാൽ എറണാകുളം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, തീരദേശ മേഖലയിൽ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി തന്നെ ശക്തമായ കടൽക്ഷോഭമാണ് ഉണ്ടായിരുന്നത്. ഇന്നലെയും ചെല്ലാനം, വൈപ്പിൻ മേഖലകളിലൊക്കെ കടൽക്ഷോഭം ഉണ്ടായിരുന്നു. പിന്നീട് അവിടെ മന്ത്രി റോജി എം ജോണിൻ്റെ നേതൃത്വത്തിൽ മന്ത്രി അടക്കമുള്ള ആളുകൾ സന്ദർശിക്കുകയും അതിനുശേഷം സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ചെല്ലാനം മേഖലയിൽ ചില സ്ഥലങ്ങളിലായിട്ട്, പ്രത്യേകിച്ച് പഞ്ചായത്തിൻ്റെ 5-6 വാർഡുകളിലായിട്ടാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ നിലവിലിപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഇവിടെ വേണ്ട മതിയായ സൗകര്യങ്ങൾ ഒരുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഏതായാലും മന്ത്രി ഇന്നലെ വിലയിരുത്തുകയുണ്ടായിരുന്നു. കൂടാതെ തന്നെ വൈപ്പിൻ മേഖലയിലും പല പ്രദേശങ്ങളിൽ, ഈ പുതുവൈപ്പ് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇന്നലെയും ശക്തമായ കടൽക്ഷോഭം ഉണ്ടായിരുന്നു. ഏതായാലും ഈ കടൽക്ഷോഭം കൂടി കണക്കിലെടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു മുന്നൊരുക്കം തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. കിഴക്കൻ മേഖലയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള വെള്ളം ഉയരുന്ന ഒരു സാഹചര്യവും ഒപ്പം തന്നെ മണ്ണിടിച്ചിലടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോഴേതായാലും സ്ഥിതി ശാന്തം തന്നെയാണ്. ഐശ്വര്യ, സ്ഥിതി ശാന്തമാണ്. എന്തായാലും മഴയുടെ ശക്തി കുറഞ്ഞിരിക്കുകയാണ്. മഴയുണ്ട് എറണാകുളത്ത്. എന്തായാലും വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കിരൺ കുമാർ. മണ്ണിടിച്ചിലിനെ തുടർന്ന് ഇടുക്കി ഉപ്പുതറയിൽ 4 വീടുകൾ അപകട ഭീഷണിയിലാണ്. മഴ ശക്തിയായി തുടർന്നാൽ ഈ വീടുകൾ തകർന്നു വീഴും. ഇവരെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണം എന്നാണ് ആവശ്യം. ഇടുക്കിയിൽ നിന്ന് ബോബൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഉപ്പുതറ മത്തായിപ്പാറയിൽ വലിയ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശമാണിത്. ഇവിടെയാണ് പോലീസ് വാഹനം മണ്ണിനടിയിൽപ്പെട്ടു പോവുകയും ഒക്കെ ചെയ്തത്. ഇപ്പോൾ 4 വീടുകൾ വളരെ അപകടാവസ്ഥയിലാണ്. ഇവിടെ ആ വീട്ടുടമസ്ഥരാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. ചേട്ടാ, എന്താ ഇവിടെ സംഭവിച്ചത്? ഇതിൽ മണ്ണ് ഇടിഞ്ഞ് വരുമായിരുന്നു, ഉരുൾ പൊട്ടുന്ന പോലെ മൊത്തം ഒറ്റവരെ വരുമായിരുന്നു. എന്നിട്ട് പോലീസ് ഉണ്ടായിരുന്നു. പോലീസ് വണ്ടി ഇവിടെ വന്നപ്പോഴത്തേക്ക് അതും ഉന്തി താഴെ കൊണ്ടുപോയി ചെളിക്കകത്ത് കൊണ്ടുപോയി ചാടിച്ചു. വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കിവിടെ താമസിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ്. ഇത് നേരത്തെ അപകടം ഉണ്ടായ ഒരു സ്ഥലമാണോ? ചെറിയ രീതിയിലൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും വലുതായിട്ട് ഈ പ്രാവശ്യം. നിങ്ങൾ ഇനിയിപ്പോൾ ഇവിടുന്ന് മാറ്റി പാർപ്പിക്കുക വേറെ എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ല. എന്താണ് നിങ്ങളുടെ ആവശ്യം? ഞങ്ങൾക്ക് ഇപ്പം എവിടെയെങ്കിലും താമസിക്കാൻ എവിടെയെങ്കിലും സ്ഥലമോ വീടോ ആയിട്ട് കിട്ടണം. അല്ലാതെ ഞങ്ങൾക്ക് വേറെ മാർഗങ്ങളൊന്നും ഉള്ളവരല്ല. ഇദ്ദേഹവും ഇവിടെ ഇതിൻ്റെ ഈ പറഞ്ഞ അപകടാവസ്ഥയിലുള്ള വീടുകളിലൊന്നിൻ്റെ ഉടമസ്ഥനാണ്. എൻ്റെ തറവാണിത്. തറവാട് ഞാൻ തോപ്രാങ്കുടിലാണ് താമസം. ഇതറിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വാഗമണിലായിരുന്നു പണി. എന്നിട്ട് ഇതറിഞ്ഞ് വെളുപ്പിനെ 2:30 ആയപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ആൾ വന്ന് കൂട്ടിക്കൊണ്ട് വരുമായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ അവിടെ നിന്നും കിടക്കത്തില്ല, അവിടെ നിന്ന് ഇങ്ങോട്ടും കിടക്കത്തില്ല. ആ സംഭവം. ഇപ്പം നിങ്ങളുടെ വീടുകൾക്ക് ഒരു പകരം സംവിധാനം എന്തെങ്കിലും ഒരുക്കി തരണമെന്നോ പുതിയ വീട് നൽകണമെന്നൊക്കെ വില്ലേജ് എല്ലാം പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ അനിയപ്പുള്ളിയെല്ലാം കൂടെ അമ്മയെല്ലാം കൂടെ വില്ലേജ് പോയിട്ടുണ്ട്. അന്നേരം അറിയാം, വില്ലേജ് എന്നാലും അറിയത്തുള്ളൂ എന്നാ സംഭവം അവരെന്നാ ചെയ്തു തരുമെന്ന്. പകരം വീട്, സ്ഥലം ഒക്കെയാണ് നിങ്ങളുടെ ആവശ്യം? ആവശ്യം. അല്ല പിന്നെ നമുക്കൊന്നും നിവൃത്തിയില്ല. 4 വീടുകളാണ് ഇവിടെ അതീവ അപകടാവസ്ഥയിലുള്ളത്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ നമുക്കറിയാം, ഇതിനോട് ചേർന്നുള്ള പ്രദേശങ്ങൾ വലിയ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന പ്രദേശങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ 4 കുടുംബങ്ങൾക്കും പകരം ഭൂമിയും വീടും നൽകുക എന്ന ആവശ്യമാണ് ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. ഇക്കാര്യത്തിൽ വില്ലേജ് അധികൃതരും പഞ്ചായത്ത് അധികൃതരും അടിയന്തരമായി ഇടപെടണം എന്ന ഒരു ആവശ്യവുമാണ് ഈ കുടുംബങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഉപ്പുതറ മത്തായിപ്പാറയിൽ നിന്നും ക്യാമറമാൻ അഭിലാഷ് അലക്സിനൊപ്പം MC ബോബൻ, അമൃത ന്യൂസ്. പ്രളയത്തിൽ വീട് തകർന്ന് പുനരധിവസിപ്പിക്കപ്പെട്ടവർ അപകട ഭീഷണിയിൽ. കണ്ണൂർ പായം പഞ്ചായത്തിലെ കിളിയന്തറയിലാണ് മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്നത്. അശാസ്ത്രീയ റോഡ് നിർമ്മാണം ഇവരുടെ ജീവിതത്തെ ഭീതിയിലാഴ്ത്തുകയാണ്.
2018 മഹാപ്രളയത്തിലെല്ലാം നഷ്ടമായവർ. കഴിഞ്ഞ 2 വർഷം മുമ്പാണ് ഇവരെ ഇവിടെ പുനരധിവസിപ്പിച്ചത്. പക്ഷേ ഈ 15 കുടുംബങ്ങൾ ഇപ്പോൾ കഴിയുന്നത് മരണത്തേക്കാൾ ഭയാനകമായ മരണഭീതിയുമായിട്ടാണ്. കൂട്ടുപുഴ വളവുപാറയിൽ താമസിച്ചിരുന്ന 15 കുടുംബങ്ങളെയാണ് 2 വർഷം മുമ്പ് ഇവിടെ പുനരധിവസിപ്പിച്ചത്. കുന്നിൻ ചെരുവിൽ 3 തട്ടുകളായി തിരിച്ചായിരുന്നു വീടുകളുടെ നിർമ്മാണം. മുകളിലത്തെ വീടുകളുടെ മുന്നിൽ വിള്ളൽ വീണതോടെ താഴത്തെ തട്ടിലെ താമസക്കാർ വലിയ ഭീഷണിയിലായി. ഈ റോഡ് പണിയിലാണ് ചതി വന്നിരിക്കുന്നത്. ഈ റോഡ് പണിയിൽ അനാസ്ഥയാണ് ഏറ്റവും കൂടുതൽ ചതി വന്നിരിക്കുന്നത്. ഈ റോഡ് പണി ഇതിൻ്റെ അടിത്തറ യഥാർത്ഥമായിട്ട് ഫില്ലിങ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ വർഷം ഈ റോഡ് താന്നപ്പം അമർന്നപ്പം തന്നെ ഞാൻ പറഞ്ഞതാണ്, ഈ റോഡ് അമരുന്നുണ്ട്, ഇതിൻ്റെ അടി ഫില്ലല്ല, ഇതിൻ്റെ ഉള്ളിൽ കല്ലുകളില്ലാണ്ട് ഈ റോഡ് അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത്, ആ കോൺക്രീറ്റിൻ്റെ സിമെൻറ്റിൻ്റെ ബലത്തിലാണ് നിൽക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നിട്ട് പോലും ഇവർക്ക് ആർക്കും ഒരു തീരുമാനം എടുക്കാൻ പറ്റിയിട്ടില്ല. ഓരോ ദിവസം കഴിയുന്തോറും അപകടസ്ഥിതി ഗുരുതരമാവുകയാണ്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഏകദേശം 40 അടി ഹൈറ്റിലാണ് ഈ മതിൽ തീർത്തിരിക്കുന്നത്. ഈ കുടുംബങ്ങൾ പാർക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 1 മീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. ഏകദേശം 15ഓളം വീടുകളാണ് ഇത്തരത്തിൽ ഗുരുതരമായ അപകട ഭീഷണി നേരിടുന്നത്. വിശ്വസിച്ച് നിൽക്കാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ അടി ഒരു ദിവസം ചെല്ലുന്നിടത്തോളം വിളിച്ച് അകന്ന് വരികയാണ്. ഇതായി സാറിനോട് തന്നെ ചോദിക്കുക. സാർ എന്നെ പറയുന്നു ഇന്നലത്തേതിലും അകൽച്ച കൂടുതലാണ്, വിളിച്ച കൂടുതലാണെന്ന് സാർ തന്നെ പറയുന്നു. താമസത്തിനായിട്ട് ഇനി ഈ മഴക്കാലം കഴിയുന്ന വരെ ഞങ്ങൾക്ക് ഇവിടെ പറ്റില്ല. പിന്നെ അവരിപ്പോൾ തൽക്കാലം തീരുമാനിച്ചിരിക്കുന്നത് ഇതിൻ്റെ മേലെ കൂടി ഇങ്ങനെ കുറച്ച് എന്തെങ്കിലും പ്ലാസ്റ്റിക് ഇട്ട് മൂടിയിട്ട് വെള്ളം താഴോട്ട് ഇറങ്ങാതിരിക്കാൻ ഉള്ള സംവിധാനം ചെയ്യാമെന്നാണ് ഇവർ തീരുമാനിച്ചിട്ടില്ല. ആ തീരുമാനത്തിന് ഞങ്ങൾ വിടൂല. വൃദ്ധരും രോഗികളും കുഞ്ഞുങ്ങളും ഉൾപ്പെടെ 100-ലധികം താമസക്കാരാണ് സ്ഥലത്തുള്ളത്. പലരോടും പറഞ്ഞു, ആരോട് പറഞ്ഞിട്ടും കാര്യമില്ല. മഴ കുറയുമ്പോൾ താഴോട്ട് പോകും. മണ്ണിടിയാതിരിക്കാൻ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. നിരാശയോടെ കുഞ്ഞുമോൾ സഫയും പരിഭവം പറഞ്ഞു. വീട് വീണോ, വീട് വീണുന്ന സമയത്ത് നമ്മളെവിടെ പോകുന്ന അത് നമ്മൾ തന്നെ തീരുമാനിക്കണം. ഇത്താദ്യം മനസ്സിലാവുള്ള പാദ്യം മനസ്സിലാവും. നമ്മളെ ബാർബിന്റെ പൊക്കത്ത് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് കാര്യമുണ്ടോ? കാര്യമൊന്നുമില്ല. വീട്ടുകാരോട് മാറി താമസിക്കാൻ അധികൃതർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ പോകാൻ മറ്റൊരിടമില്ലാത്തവർ നിസ്സഹായരാവുകയാണ്. പുനരധിവാസ മേഖലയിൽ താമസിക്കുന്ന കുഞ്ഞുമോൾ ഇസ ഫാത്തിമ പറയുന്നതെങ്കിലും അധികാരികൾ കേൾക്കണം, സുരക്ഷയൊരുക്കണം, ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. ക്യാമറമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം ജോസഫ് അഗസ്റ്റിൻ, അമൃത ന്യൂസ്, കണ്ണൂർ. മഴക്കെടുതിയിൽ ഉപജീവന മാർഗം നഷ്ടപ്പെട്ട കോട്ടയം തീക്കോയി സ്വദേശി അനിൽകുമാറിന് സഹായവുമായി മന്ത്രി ബിന്ദു കൃഷ്ണ എത്തി. വെള്ളിയാഴ്ച രാത്രിയിലുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ 11 പശുക്കൾ നഷ്ടപ്പെട്ട അനിൽകുമാറിന് മന്ത്രി 4 പശുക്കളെയും സഹായമായി 1 ലക്ഷം രൂപയും കൈമാറി. തീക്കോയി പഞ്ചായത്തിലെ മേസ്തിരിപ്പടി സ്വദേശി പുത്തൻപുരയ്ക്കൽ അനിൽകുമാർ എന്ന ക്ഷീരകർഷകന് കഴിഞ്ഞ ദിവസമുണ്ടായ ഉരുൾപൊട്ടലിലും മലവെള്ളപ്പാച്ചിലിലും 11 പശുക്കളെയാണ് നഷ്ടമായത്. ഇദ്ദേഹത്തിന്റെ ഏക ഉപജീവന മാർഗമായിരുന്നു ഈ പശുക്കൾ. സംഭവമറിഞ്ഞ് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ബിന്ദുകൃഷ്ണ അനിൽകുമാറിനെ ഫോണിൽ വിളിക്കുകയും ഉടൻ തന്നെ സഹായം എത്തിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. 4 പശുക്കളെയും 1 ലക്ഷം രൂപയുടെ ധനസഹായവും മന്ത്രി നേരിട്ടെത്തി അനിൽകുമാറിന് കൈമാറി. സർക്കാർ ഒപ്പമുണ്ട് എന്ന് എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിച്ചു കാണിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ശൈലി. കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് നൽകിയ 2 പശുക്കളെയും കേരള വെറ്റിനറി യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് അസോസിയേഷനും കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ സംസ്ഥാന സമിതിയും നൽകിയ ഓരോ പശുക്കളെയുമാണ് മന്ത്രി കൈമാറിയത്. വാഗമണിലെ KLDBയിൽ നിന്നാണ് പശുക്കളെ എത്തിച്ചത്. കേരള വെറ്റിനറി അസോസിയേഷൻ നൽകിയ 1 ലക്ഷം രൂപയുടെ ചെക്കും ബിന്ദുകൃഷ്ണ അനിൽകുമാറിന് നൽകി. KGOU സംസ്ഥാന പ്രസിഡന്റ് B ഗോപകുമാർ, മിൽമ എറണാകുളം മേഖലാ ചെയർമാൻ CN വത്സരൻപിള്ള, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു സെബാസ്റ്റ്യൻ, തലനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആശ റിജു, KLDB മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ R രാജീവ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. അമൃത ന്യൂസ്, കോട്ടയം. കൊല്ലം ഉൾപ്പെടെയുള്ള തീരദേശ മേഖലകളിൽ കടലാക്രമണം അതിരൂക്ഷമായി തുടരുന്നു. വിനോദസഞ്ചാരികളുടെ പ്രധാന കേന്ദ്രമായ കൊല്ലം ബീച്ചിൽ കടൽഭിത്തിയും ഇരിപ്പിടങ്ങളും ഉൾപ്പെടെ വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതോടെ സുരക്ഷാ മുൻകരുതലുകൾ ജില്ലാ ഭരണകൂടം ശക്തമാക്കി. കൊല്ലം തീരദേശത്ത് കടലാക്രമണം ദിനംപ്രതി ശക്തമാവുകയാണ്. തീരദേശത്തെ നിരവധി വീടുകൾ കടലാക്രമണ ഭീഷണിയിലാണ്. വിനോദസഞ്ചാരികളുടെ പ്രധാന കേന്ദ്രമായ കൊല്ലം ബീച്ചിലും കടലിന്റെ പ്രഹരം രൂക്ഷമാണ്. ശക്തമായ തിരമാലകളിൽ ബീച്ചിലെ കടൽഭിത്തിയുടെ ഭാഗങ്ങൾ തകർന്നതോടെ സഞ്ചാരികൾക്കായി ഒരുക്കിയിരുന്ന ഇരിപ്പിടങ്ങളും കടലെടുത്ത് നശിച്ചു. ഓരോ ദിവസവും തിരമാലകളുടെ ശക്തി വർദ്ധിക്കുന്നതിനിടെ ഏകദേശം 60 മീറ്ററോളം ബീച്ച് കടൽ വിഴുങ്ങി. അപകടമാണ്. കുഞ്ഞുങ്ങളായിട്ടൊക്കെ വന്നിട്ട് നമ്മൾ എൻജോയ് ചെയ്യാനായിട്ട്
ആ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ബാരിക്കേഡ് കാര്യങ്ങൾ, ഒരു കാല് നനയ്ക്കാൻ പോലുള്ള ഒരു കാര്യങ്ങളുമില്ല. ഇത് കടൽ ഭിത്തി കെട്ടി പണ്ടേ സംരക്ഷിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരുന്നു ഈ കാര്യം. അപ്പോൾ ആർക്കും ഒരു കാര്യത്തിനൊന്നും പറ്റത്തില്ല. നോക്കി ഒരു കിണറിലോട്ട് ഇറങ്ങുന്നതിൻ്റെ അവസ്ഥയാണ്. അപകട സാധ്യത കണക്കിലെടുത്ത് ബീച്ചിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കൊല്ലം ബീച്ചിലെ മുഴുവൻ കച്ചവട പ്രവർത്തനങ്ങളും താൽക്കാലികമായി നിർത്തിവെക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി. കടൽക്ഷോഭം രൂക്ഷമായ മേഖലകളിലേക്ക് സഞ്ചാരികൾ ഇറങ്ങാതിരിക്കാൻ കയർകെട്ടി നിയന്ത്രണം ഏർപ്പെടുത്തി. ലൈഫ് ഗാർഡുമാർ സ്ഥലത്ത് നിരന്തരം ജാഗ്രത പാലിച്ച് സന്ദർശകരെ സുരക്ഷിത മേഖലകളിലേക്ക് മാറ്റുന്നുണ്ട്. കടൽ ശക്തമായി കയറി ഏതാണ്ട് ഒരു 25-30 മീറ്ററോളം നമ്മുടെ ബീച്ച് ഇപ്പോൾ എടുത്തു പോയിട്ടുണ്ട്. വെള്ളിയാഴ്ച രാത്രി മുതൽ ആ ശനിയാഴ്ച വരെയുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പം ഈ ഇന്നലെയും ഇന്നും കടൽക്ഷോഭം ഇത്തിരി കുറവായതുകൊണ്ട് ആ എടുത്ത ഭാഗം വരെ ഇങ്ങനെ നിൽക്കുകയാണ്. കടൽക്ഷോഭം കൂടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊല്ലം ബീച്ച് ഇല്ലാതായി പോകും. അത് 100% ഉറപ്പിട്ടുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ നമ്മൾ റോഡും ഈ ബീച്ചുമായിട്ട് എത്ര മീറ്റർ വ്യത്യാസമുണ്ട്? കൂടി വന്നാൽ ഒരു 30-35 മീറ്ററോളം വ്യത്യാസമേ ഉള്ളൂ. പണ്ടെന്ന് പറയുന്നത് ഏതാണ്ട് ഒരു കിലോമീറ്റർ അടുത്തോളം നമ്മൾ റോഡിൽ നിന്ന് ബീച്ചിലേക്ക് വരുന്ന 1 കിലോമീറ്റർ ദൂരമാണ് നമുക്ക് ബീച്ച് കാണണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ കൊല്ലം ബീച്ചിൻ്റെ ഏറ്റവും വലിയൊരു ദുരവസ്ഥ ഇത് തന്നെയാണ്. കടൽക്ഷോഭം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനി കൊല്ലം ബീച്ച് നാമാവശമായി പോകത്തേ ഉള്ളൂ. കൊല്ലം ബീച്ച് ഇല്ലാതായി പോവുകയാണ്. കൊല്ലം ബീച്ചിലെ കടൽക്ഷോഭം മുൻനിർത്തി സുരക്ഷാ നിയന്ത്രണങ്ങൾ തുടരുന്നതിനിടെ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾക്കും കടലിൽ പോകുന്നതിന് വിലക്കുണ്ട്. തീരദേശ മേഖലകളിലുള്ളവർ ജാഗ്രത തുടരണമെന്നും ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി. അമൃത ന്യൂസ്, കൊല്ലം. മറ്റു വാർത്തകൾ നോക്കാം. CJP സമരത്തിലെ പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്ന് പ്രതിപക്ഷം. പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകും. പാർലമെന്റിന് പുറത്തും പ്രതിഷേധം ശക്തമാക്കും. NDA പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് ചേരും. വിശദാംശങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, വർഷകാല സമ്മേളനം ആരംഭിച്ച അന്ന് മുതൽ പറഞ്ഞതുപോലെ പാർലമെന്റ് പ്രക്ഷുബ്ധം തന്നെയായിരുന്നു. എന്തായാലും ഇന്നത്തെ സ്ഥിതിയും വ്യത്യസ്തമാകാനിടയില്ല. അമിത്ഷാ മറുപടി പറയണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. അതേസമയം NDA പാർലമെന്ററി പാർട്ടി യോഗവും ഇന്ന് ചേരുന്നുണ്ടല്ലോ, അല്ലേ? ഐശ്വര്യ, പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിച്ചത് മുതൽ കഴിഞ്ഞ ദിവസം വരെ തുടർച്ചയായി സഭാ നടപടികൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉയർത്തിയിട്ടുള്ളത്. ഇതിനിടയിൽ പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ച മാത്രമാണ് മുടങ്ങാതെയും ലോക്സഭയിലും രാജ്യസഭയിലും നടന്നിട്ടുള്ളത്. ആ ചർച്ചകളിൽ പോലും വലിയ ഭരണപക്ഷ ബഹളം, വലിയ ശക്തമായ വാദപ്രതിവാദങ്ങൾ ആ ബില്ലിന്മേലുള്ള ചർച്ചയിൽ പോലും ഉണ്ടായിരുന്നു. മറ്റ് നടപടികളെല്ലാം തുടർച്ചയായി പ്രതിപക്ഷം തടസ്സപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ദിവസം പാർലമെന്റിനകത്തും അതുപോലെ തന്നെ പാർലമെന്റിന് പുറത്തും പാർലമെന്റ് കവാടത്തിലും അതിശക്തമായ പ്രതിഷേധം പ്രതിപക്ഷ അംഗങ്ങൾ ഉയർത്തി. CJP സമരത്തിൽ പാർലമെന്റ് മാർച്ചിൽ ഉണ്ടായിട്ടുള്ള പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി നേരിട്ട് പാർലമെന്റിനകത്ത് മറുപടി പറയണം. അത്തരത്തിൽ വിശദീകരണം നൽകിയില്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി രാജിവെക്കണം എന്നീ ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് നിലവിൽ പ്രതിപക്ഷം സഭാ നടപടികൾ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതിഷേധം നടത്തുന്നത്. ഇതിനെതിരെ രൂക്ഷമായ വിമർശനം ഇന്നലെ സ്പീക്കർ ഓം ബിർള ഉയർത്തിയിരുന്നു. സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തുന്നത് ശരിയല്ല. സഭാംഗങ്ങളുടെ അവകാശങ്ങളെയും രാജ്യത്തെ ജനങ്ങൾക്ക് അറിയേണ്ട വിഷയങ്ങളിൽ മേലുള്ള ചർച്ച നടക്കേണ്ട സമയവുമാണ് പ്രതിപക്ഷം ഇല്ലാതാക്കുന്നത് എന്ന വിമർശനം സ്പീക്കറുടെ ഭാഗത്തുനിന്നുണ്ടായി. കൂടാതെ JP നദ്ദയും കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു ഉൾപ്പെടെയുള്ളവരും പ്രതിപക്ഷത്തെ വിമർശിച്ചു. ഓരോ വിഷയങ്ങളിൽ ചർച്ച നടത്തുമ്പോൾ അതിൽ നിന്ന് ഗോൾ പോസ്റ്റ് മാറ്റിക്കൊണ്ട് അവസരത്തിനൊത്ത് ഗോൾ പോസ്റ്റ് മാറ്റി പ്രതിപക്ഷം സഭ തടസ്സപ്പെടുത്തുന്നു എന്ന വിമർശനമാണ് തുടർച്ചയായി ഇപ്പോൾ ഭരണപക്ഷം ഉന്നയിക്കുന്നത്. എന്നാൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലും ഈ പ്രതിഷേധം അമിത്ഷാ മറുപടി പറയാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്നും ശക്തമായ പ്രതിഷേധം ഉണ്ടാകും എന്നുള്ളതാണ് പ്രതിപക്ഷ അംഗങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇന്നും പാർലമെന്റിന്റെ ഇരു സഭകളും പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ് സാധ്യത. അതേസമയം BJP നേതൃത്വം നൽകുന്ന NDAയുടെ പാർലമെന്ററി കാര്യയോഗം ഇന്ന് ചേരും. പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് ചേരും. സാധാരണ തിങ്കളാഴ്ച ദിവസങ്ങളിലാണ് രാവിലെ പാർലമെന്റ് ചേരുന്നതിന് മുൻപ് ഇത്തരത്തിൽ NDA കക്ഷി നേതാക്കളുടെ യോഗം ചേരാറുള്ളത്. ഇന്നലെ ആ യോഗം നടന്നിരുന്നില്ല. ഇന്ന് രാവിലെ പാർലമെന്റ് മന്ദിരത്തിൽ വെച്ച് തന്നെ NDA കക്ഷി നേതാക്കളുടെ യോഗം ചേരുന്നുണ്ട്. പാർലമെന്റിനകത്ത് സ്വീകരിക്കേണ്ട നയങ്ങളും നടപടികളും സംബന്ധിച്ച് വിശദമായ ചർച്ച ഈ യോഗത്തിൽ നടക്കും. ഒപ്പം ഈ ആഴ്ച തന്നെ FCRA നിയമ ഭേദഗതി ബിൽ പാർലമെന്റിനകത്ത് അവതരിപ്പിക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. ഐശ്വര്യ. ശരി ജിഷ്ണു, എന്തായാലും പാർലമെന്റിൽ ഇന്നും പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ് സാധ്യത. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ.
PM ശ്രീയെ ചൊല്ലി UDF-നുള്ളിൽ ഭിന്നത നിലനിൽക്കെ മന്ത്രിസഭാ ഉപസമിതിയുടെ അന്തിമ യോഗം ഇന്ന് ചേരും. വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീന്റെ അധ്യക്ഷതയിലാണ് യോഗം. ഉപസമിതി റിപ്പോർട്ട് നാളത്തെ മന്ത്രിസഭാ യോഗത്തിന് മുന്നോടിയായി സർക്കാരിന് സമർപ്പിക്കും. അതേസമയം വിവാദം വിടാതെ പിന്തുടരുന്നതിനാൽ പദ്ധതിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം വൈകാനാണ് സാധ്യത. വിശദാംശങ്ങളുമായി അൻഫിൽ ഡിസൂസ ചേരുകയാണ്. അൻഫിൽ, ഗുഡ് മോർണിംഗ്. എന്തായാലും മുന്നണിയുടെ ഒരു ശ്രീ കെടുത്തുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു പ്രതികരണങ്ങളൊക്കെയും പുറത്തു വരുന്നത്. എന്തായാലും PM ശ്രീയിൽ അന്തിമ തീരുമാനം എന്തായാലും വൈകാൻ തന്നെയല്ലേ സാധ്യത? ശരി, അത് തന്നെയാണ്. കാരണം PMC സംബന്ധിച്ച് PMC പദ്ധതിയിൽ പ്രതിപക്ഷത്തു നിന്നുള്ള പ്രതിഷേധവും വിമർശനങ്ങൾക്കപ്പുറത്തേക്ക് ഭരണ മുന്നണിയിൽ പോലും പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഒരു വ്യത്യസ്തമായ ഒരു അഭിപ്രായം പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചു. ഈ ഒരു സാഹചര്യത്തിൽ UDF കൺവീനർ വാർത്താ സമ്മേളനത്തിൽ PMCയുമായി സർക്കാർ മുന്നോട്ട് പോകും എന്ന രീതിയിൽ അദ്ദേഹം മറുപടി നൽകിയിരുന്നു. അപ്പോൾ UDF-ൽ വലിയ രീതിയിൽ ചർച്ചയാകാത്ത, UDF-ൽ തീരുമാനമാകാത്തൊരു വിഷയത്തിൽ എന്തുകൊണ്ട് UDF കൺവീനർ അങ്ങനെ ഒരു പ്രതികരണം നടത്തി? അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു വിയോജിപ്പിൻ്റെയും ഒരു അതൃപ്തിയുടെ സ്വരം കടുത്ത ഭാഷയിൽ തന്നെ PK കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവുകയും PMC എങ്ങനെ നടപ്പാക്കാതിരിക്കാമെന്നാണ് സർക്കാർ ആലോചിക്കുന്നത്. അതായത് PMCയുടെ കാര്യത്തിൽ ഉടനെ ഒരു തീരുമാനം ഉണ്ടാവുകയില്ല എന്നൊരു ധ്വനിയാണ് ലീഗിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. PK കുഞ്ഞാലിക്കുട്ടി അങ്ങനെ പരസ്യമായി ഒരു ഭാഗത്ത് ലീഗ് നിൽക്കുമ്പോൾ കോൺഗ്രസിനുള്ളിലും കടുത്ത അതൃപ്തിയുണ്ട്. കാരണം മന്ത്രിസഭാ ഉപസമിതിയൊക്കെ ചർച്ച ചെയ്യുകയും മന്ത്രിസഭാ ഉപസമിതി വെക്കുകയൊക്കെ ചെയ്തത് എല്ലാ ഘടകകക്ഷി അംഗങ്ങളുമായി ആലോചിച്ച് തന്നെയാണ്. അതിനുശേഷം ലീഗിന് മാത്രം ഒരു വിയോജിപ്പ് എന്ന രീതിയിൽ ഒരു പ്രതീതി സൃഷ്ടിക്കുന്നു എന്ന വിമർശനമൊക്കെയും ഉണ്ടായതാണ്. അങ്ങനെ ഈ PMC ചൊല്ലി മുന്നണിക്കുള്ളിൽ തന്നെ എതിർപ്പും വിയോജിപ്പും ഭിന്നസ്വരവും ഒക്കെ നിൽക്കുമ്പോഴാണ് ഇന്ന് മന്ത്രിസഭാ ഉപസമിതിയുടെ യോഗം. ഇന്നത്തെ യോഗം എന്ന് പറയുന്നത് അന്തിമമായ യോഗമാണ്. ഈ യോഗത്തിൽ ഇന്ന് തീരുമാനമെടുത്ത്, അതായത് പ്രധാനമായി ഈ വിഷയം പഠിക്കുന്നത് ഇതിൽ PMC നടപ്പാക്കുമ്പോൾ സ്കൂളുകളുടെ പട്ടിക അതിൽ സംസ്ഥാനത്ത് തന്നെയായിരിക്കണം പൂർണ്ണമായ അധികാരം. ഏതൊക്കെ സ്കൂളുകൾ നടപ്പാക്കണമെന്ന് സംസ്ഥാനമാണ് തീരുമാനിക്കുന്നത്. സിലബസും സംസ്ഥാന സർക്കാരിനാണ് സ്വന്തമായി തീരുമാനിക്കാനുള്ളത്. ആ PMC നടക്കുന്ന സ്കൂളുകളിൽ കേന്ദ്ര സർക്കാരിൻ്റെ സിലബസ് അനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. ഈ രണ്ട് വിഷയവും സർക്കാർ കേന്ദ്രം അംഗീകരിക്കുകയാണെങ്കിൽ മാത്രം PMCയുമായി മുന്നോട്ട് പോകും എന്ന രീതിയിലാണ് ഇതുവരെ മുഖ്യമന്ത്രിയും സർക്കാരും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിൽ നിന്നൊക്കെ ഏതൊക്കെ രീതിയിലൊക്കെ വ്യത്യസ്ത നിലപാട് സ്വീകരിക്കും? മാത്രമല്ല കേരളം മുന്നോട്ട് വെക്കുന്ന ഉപാധികൾ കേന്ദ്രം അംഗീകരിക്കുമോ? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്. ഇന്ന് ഉപസമിതിയുടെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുന്നത്. നാളെയാണ് മന്ത്രിസഭാ യോഗം. ആ മന്ത്രിസഭാ യോഗത്തിന് മുൻപ് ഈ റിപ്പോർട്ട് ലഭിക്കണം. ഇപ്പോൾ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലൊന്നും ഈ വിഷയം ചർച്ച ചെയ്തില്ല. അന്നൊക്കെ ഉപസമിതിയുടെ റിപ്പോർട്ട് ലഭിക്കാത്തത് കൊണ്ടാണ് അതൊരു അജണ്ടയായി വരാത്തത്. അപ്പോൾ ഇന്ന് നാളത്തെ ക്യാബിനറ്റിന് മുമ്പ് ഇവർക്ക് സമർപ്പിക്കുമോ അതോ അതിനുശേഷമാണോ സമർപ്പിക്കുന്നത് എന്നതിലും ചില ആശയക്കുഴപ്പമുണ്ട്. നാളത്തെ മന്ത്രിസഭാ യോഗത്തിന് മുമ്പ് സമർപ്പിക്കുകയാണെങ്കിൽ ഉറപ്പായി അതൊരു അജണ്ടയായി വരികയും സർക്കാർ ഒരു തീരുമാനം പ്രഖ്യാപിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അപ്പോഴും ഉയരുന്നൊരു ചോദ്യമെന്ന് പറയുന്നത് ലീഗിനുള്ളിൽ അങ്ങനെ ഉയരുന്ന ഒരു അസ്വാരസ്യങ്ങൾക്കിടയിൽ ഒരൊറ്റ ദിവസം കൊണ്ടോ ഈ മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ട് കൊണ്ടോ ഉടനെ തന്നെ സർക്കാരിന് തീരുമാനമെടുക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം ഉയരുന്നു. അങ്ങനെയെങ്കിൽ നിലവിലെ വിവാദങ്ങൾക്കിടെ പ്രത്യേകിച്ച് പ്രതിപക്ഷമൊക്കെ തന്നെ കേന്ദ്രമന്ത്രിയുടെ മറുപടിയിലൊക്കെ പ്രതിപക്ഷം വലിയ രീതിയിലാണ് പ്രതിഷേധവുമായി രംഗത്തുള്ളത്. പ്രത്യേകിച്ച് CPI ഇന്നലെ ബിനോയ് വിശ്വമൊക്കെ വലിയ ശക്തമായി വിമർശനം സർക്കാരിനും VD സതീശനുമൊക്കെ എതിരെ നടത്തുകയുണ്ടായി. അപ്പോൾ പ്രതിപക്ഷം വളരെ ശക്തമായി നിൽക്കുകയും ഈ പദ്ധതി മുന്നോട്ട് പോകാൻ അനുവദിക്കുകയില്ല എന്ന രീതിയിൽ പ്രതിഷേധമൊക്കെ ഉയർത്തുന്ന ഒരു സാഹചര്യത്തിൽ ഉടനെ ഒരു തീരുമാനം PMC വിഷയത്തിൽ നിന്ന് എടുക്കാൻ സർക്കാർ സാധ്യതയില്ല. തീരുമാനം ഒരുപക്ഷെ വൈകിപ്പിച്ച് ഇത് നീട്ടിക്കൊണ്ടു പോകാനുള്ള സാധ്യതയാണ് മുന്നിലുള്ളത്. എന്തായാലും PMCയുടെ മന്ത്രിസഭാ ഉപസമിതി ഇന്ന് അവസാനത്തെ യോഗം ചേർന്ന് സർക്കാരിന് മുന്നിൽ റിപ്പോർട്ട് സമർപ്പിക്കുമോ എന്നാണ് അറിയേണ്ടത്. അങ്ങനെയെങ്കിൽ ആ റിപ്പോർട്ടിന്മേൽ ഇനി എങ്ങനെ വൈകിപ്പിക്കാനാവും സർക്കാരിൻ്റെ തീരുമാനം? ഇതൊക്കെ തന്നെയും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയും. ഐശ്വര്യ. അതെ, എന്തായാലും PM ശ്രീയിൽ അസ്വാരസ്യങ്ങൾ അവിടെ തന്നെയുണ്ട്. UDF-ൽ ഇനി എന്താകും മുന്നോട്ടുള്ള തീരുമാനം എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം. അൻഫിൽ ഡിസൂസയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇറാന് മുന്നിൽ നിലപാട് ശക്തമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ഇത് അവസാന അവസരം, ഒന്നുകിൽ കരാർ അല്ലെങ്കിൽ പൂർണ്ണമായും കീഴടങ്ങൽ എന്നതാണ് ട്രംപിന്റെ നിലപാട്. കരാറിലെത്താൻ ഇറാന് ലഭിക്കുന്ന അവസാന അവസരമെന്ന് ട്രംപ് വ്യക്തമാക്കി. ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് ട്രംപിന്റെ അന്ത്യശാസനം. അമേരിക്കയുമായി നിലവിൽ ചർച്ചകളൊന്നും നടക്കുന്നില്ലെന്നും ഒമാനുമായി മാത്രമാണ് ചർച്ചകൾ നടക്കുന്നതെന്നും ഇറാൻ പറഞ്ഞതാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. അമേരിക്കയുമായി കൂടിക്കാഴ്ച നടത്താൻ ഇറാൻ തന്നെ സമീപിച്ചിരുന്നുവെന്നും ചർച്ചകൾ തുടങ്ങുകയും തുടർ കൂടിക്കാഴ്ചകൾ നിശ്ചയിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് പൊതുവേദിയിൽ ഇറാൻ ഇത്തരമൊരു പ്രസ്താവന നടത്തിയതെന്നും ട്രംപ് വിമർശിച്ചു. ഇറാന്റേത് ഇരട്ടത്താപ്പാണെന്നും ട്രംപ് കുറ്റപ്പെടുത്തി. ഇറാൻ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ദശാബ്ദങ്ങളായി അവരുണ്ടാക്കിയ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാനാണ് ശ്രമിക്കുന്നതെന്നും ട്രംപ് പറഞ്ഞു. അമേരിക്ക വിചാരിച്ചാൽ മാത്രമേ ഇറാനിലേക്ക് ഇനി
എന്തെങ്കിലും കടത്തിവിടൂ. ഒരു കരാറിലെത്തുകയോ അല്ലെങ്കിൽ പൂർണ്ണമായി കീഴടങ്ങുകയോ ചെയ്യാതെ ഇറാനിലേക്ക് ഒന്നും കടക്കാൻ അനുവദിക്കില്ല. ഇറാൻ ഒരിക്കലും ഒരു ആണവായുധ രാജ്യമാകാൻ അമേരിക്ക അനുവദിക്കില്ല. ഇറാന്റെ പക്കൽ ഒരിക്കലും ഒരു ആണവായുധം ഉണ്ടാകില്ലെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഹോർമുസ് കടലിടുക്കിൽ തങ്ങൾക്ക് ആധിപത്യമുണ്ടെന്ന ഇറാന്റെ അവകാശവാദവും ട്രംപ് തള്ളി. അമേരിക്കൻ നാവികസേനയുടെ ശക്തമായ സാന്നിധ്യവും സുരക്ഷാ വിന്യാസവും കാരണം ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം നിലവിൽ അമേരിക്കയുടെ കൈകളിലാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ട്രംപിന്റെ നിലപാട് എന്തായാലും ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി നാളെ എന്താകും പറയുക എന്നുള്ളതാണ് ഇനി നോക്കി കാണേണ്ടത്. എന്തായാലും പശ്ചിമേഷ്യ അശാന്തം തന്നെയാണ്. സംസ്ഥാനത്ത് അധ്യയന വർഷം ആരംഭിച്ച് 2 മാസം പിന്നിടുമ്പോഴും വേതനം ലഭിക്കാതെ ദുരിതത്തിലായിരിക്കുകയാണ് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിലെ പാചക തൊഴിലാളികൾ. ദിവസേന വിദ്യാർത്ഥികൾക്കായി ഉച്ചഭക്ഷണം തയ്യാറാക്കി വിതരണം ചെയ്യുന്ന ഇവർക്ക് സ്വന്തം കുടുംബത്തിന്റെ ദൈനംദിന ചെലവുകൾ പോലും നിറവേറ്റാൻ കടം വാങ്ങേണ്ട സാഹചര്യമാണ്. പലരും വായ്പയും പലിശ കടവും ആശ്രയിച്ചാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വേതനം വൈകുന്നതോടെ വീട്ടുചെലവുകൾ, ചികിത്സ, കുട്ടികളുടെ വിദ്യാഭ്യാസം തുടങ്ങി അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത അവസ്ഥയാണ് എന്ന് തൊഴിലാളികൾ പറയുന്നു. കുട്ടികൾക്ക് ഉച്ചഭക്ഷണം ഒരുക്കുന്ന ഇവർക്ക് സ്വന്തം കുടുംബത്തിന്റെ വിശപ്പകറ്റാൻ പോലും പണമില്ലാത്ത അവസ്ഥയാണ്. അധ്യയന വർഷം ആരംഭിച്ച് 2 മാസം പിന്നിടുമ്പോഴും ജൂൺ മാസത്തെ ഓണറേറിയം പോലും ലഭിച്ചിട്ടില്ലെന്നാണ് തൊഴിലാളികളുടെ പരാതി. ശമ്പളം ലഭിക്കാത്തതോടെ കുടുംബച്ചെലവുകൾ താളം തെറ്റിയെന്നും ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റാൻ കടവും വായ്പയും ആശ്രയിക്കേണ്ട സാഹചര്യമാണെന്നും അവർ പറയുന്നു. കടം മേടിച്ച് ചെയ്ത പൈസ പോലും ഇപ്പോൾ കൊടുക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ്. നമ്മൾ ഈ വാടക കൊടുക്കുന്നവരുണ്ട്, പിള്ളേരെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാത്തവരുണ്ട്, അപ്പോൾ സുഖമില്ലാത്തവരുണ്ട്. അവർക്കൊക്കെ മരുന്ന് മേടിക്കാനും വാടക കൊടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. വേറെ ഒരു ആനുകൂല്യങ്ങളൊന്നും നമുക്കില്ല, ESA ഇല്ല, ഇതൊന്നുമില്ല. വേനലവധിക്കാലത്ത് ലഭിച്ച 2000 രൂപയുടെ അലവൻസാണ് കഴിഞ്ഞ 4 മാസത്തിനിടെ ലഭിച്ച ഏക സാമ്പത്തിക സഹായമെന്നും പാചക തൊഴിലാളികൾ പറയുന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച 1000 രൂപയുടെ പ്രത്യേക അലവൻസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും ഇതുവരെ ലഭ്യമായിട്ടില്ലെന്നാണ് ഇവരുടെ പരാതി. നിലവിൽ 150 കുട്ടികൾ വരെയുള്ള സ്കൂളുകളിൽ ജോലിയുള്ള ദിവസങ്ങളിൽ 675 രൂപയാണ് വേതനം. എന്നാൽ പല സ്കൂളുകളിലും 500 കുട്ടികൾ വരെ ഒരേ ഒരു പാചക തൊഴിലാളിയെ ആശ്രയിച്ചാണ് ഉച്ചഭക്ഷണ പദ്ധതി മുന്നോട്ട് പോകുന്നത്. 250 കുട്ടികൾക്ക് ഒരു പാചക തൊഴിലാളി എന്ന മുൻ സർക്കാർ തീരുമാനം ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ലെന്നും തൊഴിലാളികൾ ആരോപിക്കുന്നു. കുട്ടികൾക്ക് ദിവസവും അന്നം വിളമ്പുന്നവരുടെ ജീവിതം തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായ സാഹചര്യത്തിൽ കുടിശ്ശികയായ ഓണറേറിയം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ എത്രയും വേഗം വിതരണം ചെയ്യാൻ സർക്കാർ ഇടപെടണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. വിരമിക്കൽ ആനുകൂല്യം, പെൻഷൻ, ഓണത്തോടനുബന്ധിച്ച് 20 ദിവസത്തെ ബോണസ്, ഓഗസ്റ്റ് മാസത്തെ മുൻകൂർ ശമ്പളം എന്നിവയും അടിയന്തരമായി അനുവദിച്ചു കിട്ടണമെന്ന ആവശ്യവും പാചക തൊഴിലാളികൾ മുന്നോട്ട് വയ്ക്കുന്നു. അമൃത ന്യൂസ്, കൊല്ലം. കാസർഗോഡ് ജില്ലയിൽ വിവിധ ബ്രാൻഡുകളിലുള്ള അരിയുടെ വില കിലോവിന് 4 രൂപ വരെ വർദ്ധിക്കുമെന്ന് മൊത്ത വ്യാപാരികൾ. പുതിയ ലോഡ് അരി എത്തുന്നതോടെ 2 ദിവസത്തിനകം വില കൂടും. അതേസമയം മഞ്ചേശ്വരത്തെ ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങളിൽ ഒരാഴ്ച മുൻപ് അരിക്ക് 2 രൂപ വർദ്ധിച്ചു. ജില്ലയിലെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളായ കാഞ്ഞങ്ങാടും കാസർഗോഡും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ദിവസങ്ങൾക്കകം അരിവില ഉയരുമെന്ന സൂചനകളാണ് വ്യാപാരികൾ നൽകുന്നത്. മൊത്ത വിൽപ്പനക്കാർ പഴയ സ്റ്റോക്ക് അരി വില കൂട്ടാതെയാണ് നിലവിൽ നൽകുന്നത്. എന്നാൽ 2 ദിവസത്തിനകം പുതിയ ലോഡ് അരി എത്തുന്നതോടെ വിവിധ ബ്രാൻഡുകളുടെ വില 4 രൂപ വരെ വർദ്ധിക്കുമെന്ന് മൊത്ത വ്യാപാരികൾ വ്യക്തമാക്കി. പാലക്കാട് മട്ട ഇന്നലെ മുതൽ അവർ 4 രൂപ കൂട്ടി, ഇനി വരാനിരിക്കുന്ന 4 രൂപ കൂട്ടിയിട്ടാണെന്ന് അവർ പറയുന്നു. അതേപോലെ ആന്ധ്രജയ അതും 3 രൂപ 1 കിലോൻ്റെ മുകളിൽ അധികമുണ്ട്. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഓർഡർ മേടിക്കുന്നത്. അതേസമയം കർണാടക അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന മഞ്ചേശ്വരം, കുമ്പള എന്നിവിടങ്ങളിൽ അരിക്ക് 2 രൂപ വർദ്ധിച്ച് ഒരാഴ്ച പിന്നിട്ടതായി വ്യാപാരികൾ പറഞ്ഞു. കിലോവിന് 45 രൂപയുണ്ടായിരുന്ന അരിക്ക് 50 രൂപ വരെ മഞ്ചേശ്വരത്ത് ഈടാക്കുന്നു. അരി വില 50 രൂപയാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച 2 രൂപ കൂടിയതാണ്. എല്ലാ ഇനത്തിനും ഇങ്ങനെ കൂടിക്കണമെന്നുണ്ട്. പയർവർഗ്ഗങ്ങൾ ഇങ്ങനെയൊക്കെ. സന്തോഷ് 50, ജാ 50, മാറാണി 48. വില വർധനവിന്റെ കാര്യം ചർച്ചയായി മാറുമ്പോൾ മലയാളികൾ കൂടുതലായി ഉപയോഗിക്കാത്ത കർണാടക അരി എന്ന പേരിൽ അറിയപ്പെടുന്ന ഗിഡ്ഡ അരിക്ക് നിലവിൽ കിലോവിന് 55 രൂപ വിലയുണ്ട്. സംസ്ഥാനത്തെ വടക്കൻ ജില്ലയായ കാസർഗോട്ടും അരിവില ഉയരുമെന്ന സൂചനകളാണ് വ്യാപാരികൾ നൽകുന്നത്. ജയ, മട്ട തുടങ്ങിയ ബ്രാൻഡുകൾക്ക് 4 മുതൽ 3 രൂപ വരെ വില കൂടുമെന്നാണ് ഹോൾസെയിൽ വിപണിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ക്യാമറമാൻ സതീഷ് ഉദുമയ്ക്കൊപ്പം അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്, കാസർഗോഡ്. രാമ രാമ ജയ സീതാരാമ. ലോക
ലോകത്ത് ആദ്യമായി പിറന്നു വീണ കാവ്യമാണ് രാമായണം എന്ന് മുതിർന്ന CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ. രാമായണത്തിന്റെ പ്രസക്തി ലോകത്തിലെ പല രാജ്യങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. മലബാർ മേഖലയിൽ മുസ്ലിം കുടുംബങ്ങളിൽ അറബ് രാമായണവും വായിക്കാറുണ്ട്. അത്രത്തോളം പ്രസക്തി രാമായണത്തിനുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. രാമായണം വിശ്വോത്തര കാവ്യമാണ്. ലോകത്ത് ആദ്യമായി പിറന്നു വീണ ഒരു കാവ്യമാണ് രാമായണം. രാമായണത്തിൻ്റെ പ്രസക്തി ലോകത്തിലെ ഒരുപാട് രാജ്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മലയാളികൾ രാമായണത്തെ മനസ്സിൽ കൊണ്ടുനടന്നൊരു കാലമുണ്ടായിരുന്നു. അതിന് കാരണം രാമായണത്തിൻ്റെ അധ്യാത്മരാമായണം എന്ന കാവ്യമാണ് നമ്മുടെ എല്ലാം മനസ്സിൽ. അതൊരു തുള്ളൽപ്പാട്ട് രീതിയിലായിരുന്നു. എഴുത്തച്ഛനാണ് അത് സൃഷ്ടിച്ചത്. അധ്യാത്മരാമായണം എന്ന് പറയുന്ന കിളിപ്പാട്ട് നമ്മുടെ നാട്ടിലെ മനുഷ്യരുടെ മനസ്സിലെല്ലാം ഉണ്ട്. കാരണം മലയാളികളുടെ മനസ്സിനകത്ത് ആദ്യമായി ഭക്തിയുടെ പാരവശ്യം കൊണ്ടുവന്നത് നമ്മുടെ കവികളാണ്. വേണമെങ്കിൽ ആ കവികളെക്കുറിച്ച് പറയാം, ഭക്ത കവികൾ എന്ന് പറയാം. ഭക്ത കവിത്രയം. അത് പൂന്താനമുണ്ട്, മേൽപ്പത്തലുണ്ട്, എഴുത്തച്ഛനുണ്ട്. എഴുത്തച്ഛൻ്റെ കാവ്യമാണ് രാമായണം. രാമായണം പഴയ കാലത്ത് നമ്മുടെ നാട്ടിൽ വീടുകളിൽ അമ്മമാരും സഹോദരിമാരൊക്കെ രാമായണം വായിച്ചു പോന്നിരുന്നു. ആ രാമായണത്തിന് പഴയ കാരണവന്മാർ വലിയ പ്രസക്തി കൊടുത്തത് കർക്കിടക മാസത്തിലാണ്. കാരണം കർക്കിടക മാസത്തിനൊരു പ്രത്യേകതയുണ്ട്. പഴയ കാലത്ത് നമ്മുടെ ജീവിതം തന്നെ കൊയ്ത്ത്, മെതിയൽ, അതുപോലെ മറ്റ് കാർഷിക വിഭവങ്ങൾ ഇവയൊക്കെ ഉൽപ്പാദിപ്പിച്ച് ഒരു പ്രവർത്തനം തുടങ്ങുന്നത് അങ്ങനെയാണ്. ഭക്ഷണവും എല്ലാം അങ്ങനെയാണ്. അരി, നെല്ല് സംഭരിച്ച് വെക്കും. വീടുകളിൽ പലതരത്തിലുള്ള പച്ചക്കറി സാധനങ്ങളും സൂക്ഷിച്ച് വെക്കും. ഇവയൊക്കെ തന്നെ അവസാനിക്കുന്നത് ഏതാണ്ട് കർക്കിടക മാസം ആവുമ്പോഴേക്ക് ഇതിനെല്ലാം തീരും. കാരണം ഇത് എടുത്തെടുത്ത് തീരുമല്ലോ. അങ്ങനെ തീരുമ്പം മിക്കവാറും പാതി വയറുമായിട്ടാണ് പിന്നെ മനുഷ്യർ ജീവിക്കുക. ഇന്നത്തെ കാരണവന്മാർ ധരിച്ചു അവരുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ ഒരു പറ്റിയ മാർഗം എന്താ? അതിനാണ് രാമായണ പാരായണം. ഈ മാസം മുഴുവൻ രാമായണ പാരായണമാണ്. മനുഷ്യൻ്റെ മനസ്സിൽ ഇതുപോലുള്ള വിഷമങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ഭക്ഷ്യപദാർത്ഥമായി രാമായണം ഉപയോഗിക്കാൻ തുടങ്ങി. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമ്മളെ വീടുകളിൽ അമ്മമാർ രാമായണം വായിക്കും. എൻ്റെ അമ്മ നന്നായി രാമായണം വായിക്കുകയായിരുന്നു. അങ്ങനെ രാമായണം വായിക്കുന്ന മലബാറിൽ ഇപ്പം തുടർന്ന് വരിക. രാമായണം മാത്രമല്ല, അവിടെ മുസ്ലിം കുടുംബങ്ങളിൽ അറബ് രാമായണം വായിക്കുന്നുണ്ട്. രണ്ടും കൂടി അറബിയിലാണെന്ന് മാത്രം, അറബി ഭാഷയിലാണെന്ന് മാത്രം രാമായണമാണ്. അപ്പോൾ രാമായണത്തിന് അത്ര വലിയ പ്രസക്തി നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ കാരണം രാമായണത്തിനകത്തെ രാമകഥ തന്നെയാണ്. എഴുത്തച്ഛൻ പറയുന്നത് രാമായണം എന്ന് പറയുന്ന കാവ്യത്തിൽ പറയുന്നത് രാമൻ എന്ന് പറയുന്ന അവതാര പുരുഷനാണെന്നാണ് പറയുന്നത്. ശരിയാണ്, 7ാമത്തെ അവതാരമാണ്. എന്നാൽ മഹാകവി വാൽമീകി അത് രാമായണത്തെക്കുറിച്ച് പറയുമ്പം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടേയില്ല, അവതാരത്തെക്കുറിച്ച്. പക്ഷേ എഴുത്തച്ഛൻ പറയുന്നതാണ് കുറേ കൂടി ശരിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എപ്പോഴും നമ്മുടെ ലോകത്തിൽ അനീതി നടമാടുന്നുവോ അനീതിയെ ചെറുക്കാൻ വേണ്ടി നന്മയുടെ വഴി നമ്മൾ കണ്ടെത്തണം. അനീതിയെ ചെറുക്കാൻ വേണ്ടി ഉള്ള അവതാരമാണ് രാമൻ. അപ്പോൾ രാമൻ എന്ന അവതാരത്തെക്കുറിച്ച് ഒരുപാട് ചർച്ച നടത്തിയൊരു കാര്യമില്ല. രാമൻ നമ്മുടെ നാട്ടിൻ്റെ നീതിയുടെ കാവൽഭടനായിട്ട് വന്ന ആളാണ് രാമൻ. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനായുള്ള ഓൺലൈൻ ബുക്കിംഗിന് ഇന്ന് തുടക്കം. പരീക്ഷണാടിസ്ഥാനത്തിൽ ചൊവ്വയും വ്യാഴാഴ്ചയുമാണ് ആദ്യം വെർച്വൽ ക്യൂ ബുക്കിംഗ് നടപ്പിലാക്കുന്നത്. ദേവസ്വത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി സൗകര്യപ്രദമായ സ്ലോട്ടുകൾ ബുക്ക് ചെയ്ത് പ്രത്യേക ക്യൂവിലൂടെ ദർശനം നടത്താം. ദേവസ്വത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഇതിനായി ബുക്കിംഗ് ചെയ്യാം. ബുക്കിംഗ് നടത്തിയതിന്റെ പകർപ്പ് ഡൗൺലോഡ് ചെയ്ത് ആധാർ കാർഡുമായി ക്ഷേത്രനടയിലെത്തി സെക്യൂരിറ്റി ജീവനക്കാരെ കാണിക്കണം. ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം ചെയ്തവർക്ക് പ്രത്യേക നിരയായി സംവിധാനമൊരുക്കും. രാവിലെ 7 മുതൽ 10 വരെയും ഉച്ചയ്ക്ക് 12 മുതൽ 1 മണി വരെയും വൈകിട്ട് 4 മുതൽ 5 മണി വരെയുമാണ് ഓൺലൈൻ വഴി ബുക്ക് ചെയ്തവർക്ക് ദർശന സമയം അനുവദിച്ചിരിക്കുന്നത്. 8 സ്ലോട്ടുകളായാണ് ദർശനം. ഓരോ സ്ലോട്ടിലും 6 പേർക്ക് വരെ ബുക്ക് ചെയ്യാം.
വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുകയാണ്. ദിലീപ്, ഇന്നത്തെ ഒരു വിപണിയുടെ പോക്ക് എങ്ങനെയായിരിക്കും? ഇന്നലത്തേതിൽ നിന്ന് മാറ്റമില്ലാതെ ഇന്ന് വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി വിപണിയിൽ ഉണ്ടായിട്ടുള്ള നിക്ഷേപ താല്പര്യത്തിൽ ഉയർന്ന നിലവാരത്തിൽ ഒരുപക്ഷെ ലാഭമെടുക്കൽ പ്രവണത കണ്ടേക്കാം. എങ്കിൽ കൂടിയും നേട്ടം തുറന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളും വിപണിയിൽ അറ്റ നിക്ഷേപത്തിലാണ്. അതും വിപണിയെ മുന്നോട്ട് നയിക്കുന്നത് പ്രധാന ഘടകമായി പ്രവർത്തിക്കുന്നുണ്ട്. ആഗോള സാഹചര്യങ്ങൾ തൃപ്തികരം തന്നെയാണ്. US ഇറാൻ തമ്മിലുള്ള സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നതും ക്രൂഡ് ഓയിൽ വില കുറഞ്ഞേക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ വിപണിയിൽ ഉണ്ടായതുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വിപണിയെ മുന്നോട്ട് നയിച്ച പ്രധാനപ്പെട്ട ഘടകം. മാത്രമല്ല, കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഉണർവും വിപണിയെ സഹായിച്ചിരുന്നു. രണ്ടാം തര ചെറുകിട ഓഹരികളിൽ മികച്ച പ്രകടനത്തിന് പ്രധാനപ്പെട്ട കാരണം ആ മേഖലയിലെ കമ്പനികളുടെ മികച്ച പ്രവർത്തന ഫലം തന്നെയാണ്. വരും ദിവസങ്ങളിലും പ്രവർത്തന ഫലങ്ങളുടെ ഉണർവ് വിപണിയിൽ തുടർന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. വലിയ തോതിലുള്ള കയറ്റങ്ങൾ തുടരുകയും ചെയ്യും. സാങ്കേതികമായി 24,850 എന്ന നിലവാരമാണ് ഇനി മുൻനിര സൂചിയായ നിഫ്റ്റിക്ക് പ്രധാനം. ആ ഒരു നിലവാരം ഭേദിച്ച് വ്യാപാരം തുടരുകയാണെങ്കിൽ 25,000 എന്ന നിലവാരത്തിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട്. അതിന് ഇന്നലത്തെ ഉയർന്ന നിലവാരമായ 24,774 എന്ന നിലവാരത്തിന് മുകളിൽ നിലനിന്ന് വ്യാപാരം തുടരേണ്ട ആവശ്യമുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 24,500 എന്നുള്ള നിലവാരമായിരിക്കും ഇനി അടിസ്ഥാന നിലവാരമായി പ്രവർത്തിക്കുക. എന്തായാലും ഇന്നലത്തേതിൽ നിന്ന് മാറ്റമില്ലാതെ വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ദിവസത്തിന്റെ രണ്ടാം പകുതിയായിരിക്കും ഏറെ നിർണായകമാവുക. ശരി, കെ ദിലീപാണ് വിശദാംശങ്ങൾ നൽകിയത്. കൊല്ലത്ത് ജോളി സിൽക്സിന്റെ നവീകരിച്ച ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. വിപുലമായ വസ്ത്രശേഖരവും ഓണം ഓഫറുകളും ഉൾപ്പെടുത്തി ഒരുക്കിയ ഷോറൂം മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. പരമ്പരാഗത വിവാഹപ്പട്ടുകൾ മുതൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി വൈവിധ്യമാർന്ന വസ്ത്രശേഖരമാണ് 4 നിലകളിലായി നവീകരിച്ച ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. ഓണം പ്രമാണിച്ച് കേരളത്തിന്റെ പരമ്പരാഗത തനിമയിലുള്ള പ്രത്യേക കളക്ഷനുകളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ ഒരു ഫ്ലോറിൽ നോക്കുവാണെങ്കിൽ മൊത്തം സാരി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള നമ്മുടെ സാരി ബ്രാൻഡ്സ് ആണ് വെച്ചേക്കുന്നത്. നമുക്ക് വൈദേഹി എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട്. അതിനകത്ത് നമ്മൾ നല്ല രീതിയിൽ സിൽക്സ് സാരീസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാഞ്ചീപുരം സാരി, ബനാറസി സാരി, ടസർ സാരി എല്ലാം നല്ല മൂവിംഗ് ഉള്ള പ്രൊഡക്റ്റ് ലൈൻസ് ആണ്. അപ്പം സോ ഡെഫിനറ്റ്ലി ഐ ആസ്ക് ഓൾ ഓഫ് യു ടു കം സീ ദ ഷോറൂം. ഇതൊരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട തന്നെ ആയിട്ടുള്ള ഒരു വെഡ്ഡിംഗ് സെന്റർ എന്ന് തന്നെ പറയാം നമ്മൾ കൊല്ലത്തിന് വേണ്ടിയുള്ള. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ 2,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്കും ജോയ് ആലുക്കാസിൽ 15,000 രൂപയ്ക്ക് മുകളിൽ ആഭരണങ്ങൾ വാങ്ങുന്നവർക്കും മഹീന്ദ്ര ഥാർ ഉൾപ്പെടെയുള്ള ബമ്പർ സമ്മാനങ്ങൾ നേടാനുള്ള അവസരമുണ്ട്. കൂടാതെ ആഴ്ചതോറും നിരവധി ആകർഷക സമ്മാനങ്ങളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ മേയർ AK ഹഫീസ്, ഡെപ്യൂട്ടി മേയർ ഡോക്ടർ ഉദയ സുകുമാരൻ, BJP ജില്ലാ പ്രസിഡന്റ് S പ്രശാന്ത്, സിനിമാ താരം അനിക സുരേന്ദ്രൻ, ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ ആന്റണി ജോസ്, തോമസ് മാത്യു, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഹെൻറി ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. അമൃത ന്യൂസ്, കൊല്ലം. ശ്രീലങ്കൻ ടെസ്റ്റ് പരമ്പരയ്ക്കായി ഇന്ത്യൻ ടീം ഇന്ന് കൊളംബോയിലെത്തും. 2 ടെസ്റ്റ് മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയ്ക്ക് മുൻപായി 3 ദിവസത്തെ സന്നാഹ മത്സരവും നടക്കും. ഓഗസ്റ്റ് 15 മുതൽ 19 വരെ ഗോൾ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലും ഓഗസ്റ്റ് 23 മുതൽ 27 വരെ കൊളംബോയിലെ SSC ഗ്രൗണ്ടിലുമായാണ് ടെസ്റ്റ് പരമ്പര നടക്കുന്നത്. മുട്ടിനേറ്റ പരിക്കിനെ തുടർന്ന് വിശ്രമം അനുവദിച്ച പേസർ ജസ്പ്രീത് ബുംറയ്ക്ക് പകരം ജമ്മു കാശ്മീർ പേസർ ആഖിബ് നബിയെ ടീമിൽ ഉൾപ്പെടുത്തി. വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് പട്ടികയിൽ മുന്നേറാൻ നിർണായകമായ ഈ പരമ്പരയിൽ മികച്ച വിജയം സ്വന്തമാക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. തൃക്കാക്കര സഹകരണ ആശുപത്രിയോട് ചേർന്ന മാലിന്യ കൂമ്പാരം മൂലം പൊറുതിമുട്ടി രോഗികൾ. മെട്രോ നിർമ്മാണത്തിന്റെ അവശിഷ്ടങ്ങളും നഗരസഭയിലെ ഭക്ഷണാവശിഷ്ടങ്ങളും തള്ളുന്നത് ഇവിടെയാണ്. കഴിഞ്ഞ ദിവസം മലിനജലം ആശുപത്രി മുറ്റത്തേക്ക് ഒഴുകിയെത്തിയിരുന്നു. 4.5 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്നതാണ് തൃക്കാക്കര സഹകരണ ആശുപത്രിയോട് ചേർന്ന മാലിന്യ കൂമ്പാരം. അവിടെയാണ് മെട്രോ നിർമ്മാണത്തിന്റെ അവശിഷ്ടങ്ങൾ തള്ളുന്നത്. എന്നാൽ അശാസ്ത്രീയമായ ഈ നടപടി സ്വാഭാവികമായി ഇവിടെ ഉണ്ടായിരുന്ന കനാലിനെ മൂടിക്കളഞ്ഞു. ഇതോടെ ബ്രഹ്മപുരത്തിന് സമാനമായി മാറി ഈ പ്രദേശം. നഗരസഭയുടെ ഭക്ഷണാവശിഷ്ടങ്ങളും താൽക്കാലികമായി നിക്ഷേപിക്കുന്നത് ഇവിടെയാണ്. ഇതോടെ പ്രശ്നം കൂടുതൽ ഗുരുതരമായി. മഴക്കാലമായതോടെ മലിനജലം കെട്ടിനിന്ന ആശുപത്രിയുടെ പ്രവർത്തനത്തെയും ബാധിച്ചു തുടങ്ങി. കഴിഞ്ഞ ദിവസം മലിനജലം ആശുപത്രി മുറ്റത്തേക്കും ഒഴുകിയെത്തി. പലതരം രോഗങ്ങൾ പെരുകാൻ കാരണമാകുന്നതാണ് ഈ വെള്ളം.
ഈ മെട്രോ ഡ്രില്ല് ചെയ്യുന്ന വേസ്റ്റ് ഇവിടെ കൊണ്ടുവന്നിടാനായിട്ട് കളക്ടർ അനുവാദം കൊടുത്തതിനെ തുടർന്ന് വളരെ ഹരിതാപമായിരുന്ന ഈ സ്ഥലം മുഴുവൻ നശിച്ചു പോവുകയും വളരെ രൂക്ഷമായ ദുർഗന്ധം ഇവിടെ വരുന്ന ആളുകളെയും രോഗികളെയും അവരുടെ നമ്മുടെ ഡോക്ടർമാർക്കൊക്കെ ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. കുന്നുകളൊക്കെ ലെവൽ ചെയ്തിട്ട് നല്ല മണ്ണ് അതിൻ്റെ മേൽ വിരിച്ചാൽ മാത്രമേ ഇവിടെ ഈ പ്രശ്നം പരിഹാരമാവുകയുള്ളൂ. നിരവധി തവണ ആശുപത്രി അധികൃതർ പരാതികൾ നൽകിയിട്ടും ഫലമുണ്ടായില്ല. ഇപ്പോഴത്തെ മാലിന്യ കൂമ്പാരത്തിന് കീഴിൽ പഴയ കനാലുണ്ട്. അതിലൂടെയാണ് നേരത്തെ തൃക്കാക്കര ഭാഗത്തെ മലിനജലം മുഴുവൻ ഒഴുകിപ്പോയിരുന്നത്. ഇവിടുത്തെ നാച്ചുറൽ ഡ്രെയിനേജ് ബ്ലോക്ക് ചെയ്തതാണ് ഏറ്റവും വലിയ ഗുരുതരമായ പ്രശ്നം. അത് പുനഃസ്ഥാപിക്കുകയാണിത് ഉടനെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് മുനിസിപ്പാലിറ്റിയാണ്. ഈ പ്ലാസ്റ്റിക് കിടക്കുന്നതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ലീച്ചേറ്റാണ് ഈ ദുർഗന്ധത്തിന് വളരെയധികം കാരണമായിട്ടുള്ളത്. ദുർഗന്ധം കാരണം ആശുപത്രിക്ക് അകത്തോ മുറ്റത്തോ പരിസരത്തോ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. രോഗികൾ താമസിക്കുന്ന പല മുറികളിലും വെന്റിലേഷൻ അടക്കേണ്ടി വരുന്നു. ദിവസേന 100 കണക്കിന് രോഗികൾ വരുന്ന ഇടമാണ് തൃക്കാക്കര സഹകരണ ആശുപത്രി. ഇവിടേക്ക് മൂക്കും പൊത്തിവന്ന് പുതിയ രോഗവും കൊണ്ട് തിരികെ പോകേണ്ട അവസ്ഥയാണിപ്പോൾ. അശാസ്ത്രീയമായ തീരുമാനവും അത് നടപ്പിലാക്കാൻ കൃത്യമായ മേൽനോട്ടവും ഇല്ലാതിരുന്നതാണ് ഇത്ര വലിയ മാലിന്യ കൂമ്പാരം ഇവിടെ രൂപപ്പെടാൻ കാരണം. അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതോ ഇവിടുത്തെ പാവങ്ങളായ രോഗികളും. ക്യാമറമാൻ ബിനു ഈശ്വരമംഗലത്തിനൊപ്പം AT അശ്വതി, അമൃത ന്യൂസ്, കൊച്ചി. ഗുഡ് മോർണിംഗ് കേരളം ഇതോടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.